ഇത് വിശ്വാസിയെ പഠിപ്പിക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ചലന്തിയുടെ വല? അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ അതുതന്നെ ധാരാളമാണ്. പടച്ചോന്റെ സംരക്ഷണല്ലേ? ഇനി നിങ്ങൾ എത്ര വലിയ കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇസ്രായേലിൽ നിങ്ങളാൽ കാട്ടുതീ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിസൈലും എല്ലാ സംവിധാനങ്ങളും ലോകരാജ്യങ്ങളൊക്കെ ഞങ്ങളെ സംരക്ഷിക്കാനുണ്ട് എന്ന് ഗീർവാണം മുഴക്കി നടന്നിരുന്ന ഇസ്രായേലിൽ കാട്ടുതീ അണക്കാൻ കഴിയണില്ല. എത്ര വലിയ സംരക്ഷണം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ സംരക്ഷണം നിലച്ചാൽ എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമുക്കൊന്നിനും കഴിയൂല. ടൈറ്റാനിക് കപ്പൽ എല്ലാ സംരക്ഷണം ഉണ്ടായിരുന്ന സാധനമാണ്. അപകടം പറ്റുന്ന മണിക്കൂർ മുമ്പ് റഡാർ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ശേഷിയുള്ള കപ്പലാണ്. ആയിരങ്ങളായ ആളുകളെ കൊണ്ടാണ്ട് പോയതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഹിഫ്ളുണ്ടോ പിന്നൊന്നും പേടിക്കാനില്ല. അള്ളാഹു തആല ചലന്തിയുടെ വല വെക്കുന്നു. ഈ ചിലന്തിയുടെ വല കൊണ്ടൊന്നും പ്രതിരോധമില്ല എന്ന് ബോധ്യമായപ്പോ അള്ളാഹു അവിടെ കൊണ്ടുവരുന്നു, മാടപ്രാവിനെ കൊണ്ടുവരുന്നു. ആ പ്രാവതാ മുട്ടയിട്ട് കുറുകുന്നു. അപ്പൊ അവര് വിചാരിക്കാണ്, ഈ കോലത്തിൽ ചലന്തിയും മാടപ്രാവൊക്കെ ഉള്ള മാളത്തിൽ ഏത് മഖ്ലൂക്ക് ഉണ്ടാവാനാണ്, നമുക്ക് മടങ്ങാം. അവര് മടങ്ങാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ മാടപ്രാവിന്റെ പ്രതിരോധം അല്ലാഹു തആല കൊടുത്തപ്പോൾ ഇന്ന് ഹബീബിനെ സംരക്ഷിച്ചു എന്ന ഒരൊറ്റ ക്വാളിറ്റി കൊണ്ട് അല്ലാഹു ആ പ്രാവിന്റെ വർഗത്തിനു തന്നെ വലിയ ബഹുമാനം കൊടുത്തു. ലോകത്ത് ഇത്രമേൽ സൽക്കരിക്കപ്പെടുന്ന ഒരു ജീവജാലം വേറല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആ പ്രാവിന്റെ പേരക്കുട്ടികളാണ് ഇന്ന് ഇരു ഹറമുകളിലും ജീവിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന പ്രാവുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഭക്ഷണം കരുതിയിട്ട് ആ പ്രാവിനിങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. ലോകത്ത് മുഴുവൻ ആളുകളും സൃഷ്ടിജാലങ്ങളുടെ ഖൽബ പ്രാവിലേക്ക് തിരിയാണ്. നമ്മളൊക്കെ ദിർഹമും റിയാലും കൊടുത്ത് അത് വാങ്ങിയിട്ടിട്ട് കൊടുക്കുകയാണ്. കാരണം ഹബീബിനെ സംരക്ഷിച്ച പ്രാവിന്റെ പേരക്കുട്ടികളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ പ്രാവുകൾ ഹറമിൽ ഇങ്ങനെ കൂട്ടമായി പറക്കുന്നുവെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ പോലും നമ്മൾ ആ പ്രാവിനെ കാണുന്നില്ലേ? പക്ഷേ ആ പ്രാവുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊരു പ്രാവ് പോലും കഅബാലയത്തിന്റെ മുകളിൽ ഇരിക്കുന്നില്ലല്ലോ. മേൽക്കൂരയുള്ള പള്ളിയുടെ ഉള്ളിൽ പ്രാവെത്തുന്നുണ്ട്. മേൽക്കൂരയില്ലാത്ത കഅബന്റെ മുകളിൽ ആ പ്രാവിരിക്കുന്നില്ലല്ലോ. അവിടെ ആരും വല വിരിച്ചത് കാണുന്നില്ല, പ്രൊട്ടക്റ്റ് ചെയ്തതു കാണുന്നില്ല. ആ കഅബാലയത്തെ പ്രാവുകളിൽ നിന്ന് സംരക്ഷിച്ച സംരക്ഷകനുണ്ട്, അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ പടച്ചോനാണ് നമ്മളെ ഈ റബ്ബ്. ആ പ്രാവുകൾ എത്രയോ സ്ഥലങ്ങളിൽ ഓടിച്ചാടി പറന്നെത്തുന്ന പ്രാവുകൾ കഅബന്റെ മുകളിൽ ഇരിക്കുന്നില്ല. ആരാണിത് കഅബയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ റബ്ബാണ് എൻ്റെ ജീവിതത്തിൽ എന്നെയും നോക്കുന്നത് എന്ന ഒരു ബോധം ഉമ്മമാരെ നമുക്കുണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഇനി നോക്ക്, മസ്ജിദുൻ നബവിയിലും പ്രാവുകളുണ്ട്. ആ പ്രാവുകൾക്കും ആളുകൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പ്രാവുകൾ എത്തുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രാവ് പോലും ഹബീബിന്റെ തിരുശരീരം ഉമ്മ വെച്ച് കിടക്കുന്ന മദീന മുനവ്വറയുടെ പരിശുദ്ധമായ മണ്ണിന്റെ മുകളിൽ ഹബീബിന്റെ രാജകിരീടമായി തലയുയർത്തി നിൽക്കുന്ന ഖുബ്ബത്തുൽ ഖളറാഇന്റെ മുകളിൽ ഒരു പ്രാവും ഇരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മസ്ജിദുൻ നബവിയുടെ ബോർഡറിനപ്പുറം എത്ര പള്ളിയുണ്ട്? മസ്ജിദു ബിലാലുണ്ട്, മസ്ജിദു സിദ്ദീഖുണ്ട്. ആ പള്ളിക്കൊക്കെ നല്ല മിനാരമുണ്ട്. പലപ്പോഴും ആ പ്രാവുകൾ ആ മിനാരം പൊതിഞ്ഞിട്ട് മിനാരം പോലും നമ്മൾ കാണാറില്ല. അപ്പൊ മിനാരത്തിൽ ഇരുന്ന് ശീലമുള്ള പ്രാവുകൾ തന്നെയാണ്.
എന്നിട്ടുപോലും അതിൽ ഒന്നുപോലും പച്ച ഖുബ്ബയിൽ ഹബീബിന്റെ മുകളിൽ ഇരിക്കുന്നില്ല എന്ന് മാത്രല്ല, മുകളിലൂടെ പറക്കുന്നില്ല. ആ പ്രാവുകൾക്ക് ഇത് ഹബീബിന്റെ പച്ച ഖുബ്ബയാണെന്ന് പറഞ്ഞു കൊടുത്തതാരാണ്? ആ പച്ച ഖുബ്ബയെ, ജീവനില്ലാത്ത പച്ച ഖുബ്ബയെ സംരക്ഷിച്ചതാരാണ്? ആ സംരക്ഷകന്റെ പേരാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ അല്ലാഹുവാണ് എന്നെ സംരക്ഷിക്കാനുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ അല്ലാഹുവിനെ ഒരൊറ്റ വിളിയാണ് അല്ലാഹ്. അങ്ങനെ വിളിക്കുമ്പോ നമുക്ക് പേടിക്കാനില്ല, അല്ലാഹ് എന്നെ സംരക്ഷിക്കാൻ എത്തുമെന്ന ബോധം വേണം. ടെൻഷൻ ഉണ്ടായി വീട്ടിൽ വരുമ്പോ മോനോട് പറയണം, മോനെ അല്ലാഹയല്ലേ നമ്മുടെ റബ്ബ്. ആ അല്ലാഹു നമ്മുടെ ടെൻഷൻ അറുതി വരുത്തും മോനെ. ഇത് മക്കളോട് നമ്മുടെ ഉപ്പ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആ സമയത്ത് എൻ്റെ ഉമ്മമാരെ തവക്കുലിന്റെ സ്വഭാവം പുതിയ മക്കൾക്ക് ലഭിക്കുന്നില്ല. അപ്പോഴാണ് മൊബൈൽ ഫോൺ വാങ്ങി വെക്കുമ്പോഴേക്കും വീടിന്റെ മുകളിൽ കയറി മക്കള് തൂങ്ങാണ്. ജ്യേഷ്ഠനും അനിയനും കൂടെ കശപിശ കൂടിയപ്പോ ജ്യേഷ്ഠനെ പിടിച്ച് ഉപ്പയൊന്ന് ശകാരിച്ചപ്പോ വീടിന്റെ അപ്സ്റ്റെയറിൽ കയറി മകൻ ആത്മഹത്യ ചെയ്ത കാലമല്ലേ നമ്മൾ കണ്ടത്. മരിക്കാനും ഉമ്മയെ അടിക്കാനും കൊല്ലാനും ഒരു നിലവാരവും കെട്ട കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. എന്റെ ഉമ്മയുടെ കയ്യിലാണ് പണമുള്ളതെങ്കിൽ ആ പണം കിട്ടണമെന്ന് ചിന്തണ്ടെങ്കിൽ വാപ്പനെ കൊല്ലാനും മടിക്കാത്ത കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ മകന് പുറത്തെ റൂമിൽ, വീട്ടിൽ മോനുണ്ട്, അപ്പഞ്ഞി വാപ്പയായ ഞമ്മക്ക് ഇനി വീടിന്റെ റൂം കുറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മോൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. ഇന്ന് മക്കൾ വീട്ടിലുണ്ട്, പഠിച്ചവനെ വാതിൽ 3 കുറ്റിയും കൂടി ഇട്ട് കൊടുന്നുറങ്ങാം. ആ കോലത്തിലാണ് പുതിയ കാലമുള്ളത്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്ത് അത്തവക്കുലു അലല്ലാഹ്, ഇതാണ് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഡ്രൈവർ. ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കഴിഞ്ഞ റമളാനിന്റെ 2 മാസം മുന്നെയാണ് കിർഗിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അസർബൈജാൻ എന്ന് പറയുന്ന എയർപോർട്ടിൽ ഒരു വിമാനം മറിഞ്ഞ അപകടം ഉണ്ടായത്. ആ സമയത്ത് നിരന്തരമായി വിമാനാപകടങ്ങൾ നടക്കുന്ന ഒരു ഏരിയ സമയം കൂടായിരുന്നു. ആ സമയത്ത് സുബ്ഹാന റബ്ബി, ആ സമയത്ത് കിർഗിസ്ഥാൻ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനം അസർബൈജാൻ എയർപോർട്ടിലേക്ക് എത്തുന്ന 10 മിനിറ്റ് മുന്നെയാണ് റൺവേയിലേക്ക് എത്തുന്നതിന് മുമ്പ് റഡാറിന്റെ സിസ്റ്റങ്ങളൊക്കെ താറുമാറായി. വിമാനം ഒരു രക്ഷയുമില്ല. ഇനി ഏറ്റവും പെട്ടെന്ന് കത്തിച്ചാമ്പലാവെന്ന് ഉറപ്പായി. ആളുകളൊക്കെ കൂടെ കൂക്ക് വിളിക്കാൻ തുടങ്ങി, അവിടുന്ന് അട്ടഹസിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. നമ്മളൊക്കെ കണ്ടു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മൊബൈലിന്റെ വീഡിയോ ഓൺ ചെയ്തിട്ട് അവിടുന്ന് സെൽഫി എടുത്തിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് ഷഹാദത്ത് കലിമ ഇങ്ങനെ ചൊല്ലാണ്. ആ ചൊല്ലുന്ന സമയം സുബ്ഹാനല്ലാഹ്, ഈ വിമാനം അപകടത്തിലാകുന്നതിന്റെ അല്പം മുമ്പ് വിമാനാണ്ട് പൊട്ടിത്തെറിച്ചപ്പോ അതിൽ നിന്നൊരു മനുഷ്യൻ പുറത്തേക്ക് തെറിച്ചു. പുറത്തേക്ക് തെറിച്ച ഈ മനുഷ്യനാണ്, ഈ കലിമ ചൊല്ലിയ മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ മൊബൈൽ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും അവിടുന്ന് ഈ മൊബൈൽ എടുത്തിട്ട് ഈ വീഡിയോ പോലും കട്ട് ചെയ്തിട്ടില്ല. അവിടുന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് രക്ഷപ്പെട്ട് ഇവനിങ്ങനെ റൺവേയുടെ മറ്റു ഭാഗത്തൂടെ നടന്നു വരുന്ന വീഡിയോ നമ്മൾ കണ്ടു. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇതാണ് അല്ലാഹു റബ്ബ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇനി എനിക്കപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനില്ല എന്ന ഘട്ടത്തിലും ഉണ്ട്. അതാണ് യജമാനനായ അല്ലാഹ്. ഈ ഒരു ബോധമാണ് എൻ്റെ ഉമ്മമാരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. അതല്ലേ മഹാനരായ ദാനിയാഈൽ അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. അവിടുത്തെ ആളുകളെല്ലാം ദാനിയാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്ന സമയത്ത് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോ ആളുകളൊക്കെ കൂടെ തീരുമാനിച്ചു നമ്മൾക്ക് എന്താ ചെയ്യാം. ആ സമയത്ത് അവര് പറഞ്ഞു, നമുക്ക് ദാനിയാഈലിനെ പരമാവധി നരകിപ്പിച്ചിട്ട് കൊല്ലണം, ഒറ്റടിക്ക് കൊല്ലരുത്. ദാനിയാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ
അവരിങ്ങനെ മീറ്റിംഗ് കൂടി എന്തു ചെയ്യണം? അപ്പോഴാണ് അവരിൽ ഒരാൾ എണീറ്റ് പറഞ്ഞു, നമുക്ക് കാട്ടിൽ ചെന്നു 2 സിംഹത്തെ പിടിക്കണം. ആ സിംഹത്തെ പിടിച്ചിട്ട് ദിവസങ്ങളോളം 2നെയും പട്ടിണിക്കിടണം. അവസാനം വലിയ കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ ദാനിയേൽ എന്ന പ്രവാചകനെ ഇറക്കി വെക്കണം. എന്നിട്ടതാ പ്രവാചകൻ അവിടെ ഇറക്കി വെച്ചിട്ട് വിശന്നു വലഞ്ഞ സിംഹത്തെ കൊണ്ട് ആ പ്രവാചകൻ ഇരിക്കുന്ന കുഴിയിലേക്ക് നമുക്ക് തുറന്നു വിടണം. ആ വിശന്നു വലഞ്ഞ സിംഹങ്ങൾ ഇരയെ കാണുന്ന ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ഓടി വന്നിട്ട് ദാനിയേലിനെ കടിച്ചു പൊളിക്കാൻ വരുമ്പോ അവിടുന്ന് നമ്മോട് രക്ഷിക്കണേ എന്ന് ദാനിയേൽ പറയും. അപ്പൊ നമുക്ക് വിലപേശാം. ദാനിയേലിന് അങ്ങനെ വിലപേശിയിട്ട് ദാനിയേൽ നമുക്കനുസരിക്കുന്നില്ലെങ്കിൽ ആ സിംഹങ്ങൾ കടിച്ചു പൊളിക്കുന്നത് കണ്ട് നമുക്ക് സന്തോഷിക്കാം. ആ സമയത്ത് ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുഴിയിലിറക്കുന്നു. 2 വിശന്നു വലഞ്ഞ സിംഹങ്ങളെ കുഴിയിലേക്ക് താഴ്ത്തിയ നിമിഷം മുതൽ അതാ വരുന്നു ആ സിംഹങ്ങൾ ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ കടിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒരൊറ്റ വിളിയാണ് ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ വിളി വിളിച്ച മാത്രയിൽ അതാ സിംഹങ്ങൾ അല്ലാഹുവിനെ അവിടെ വെച്ച് സുജൂദ് ചെയ്യുന്നു. ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് സിംഹം പോവുന്നില്ല. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകളാണ്. നമ്മുടെ വാഹനം അപകടത്തിന്റെ മുന്നിലെത്തി എന്ന് നമ്മൾ ഉറപ്പിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്ത് ഞാൻ അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഇന്ന വാഹനത്തിന്റെ ടയറിനടിയിൽ പെട്ടുപോകുന്നു ഉറപ്പായ സമയം. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നൊരു വിളിയുണ്ട്, അല്ലാഹ്. ആ വിളി ജീവിതത്തിന്റെ സുഖ സമയത്ത് എപ്പോഴെങ്കിലും ഒരു സമയം നമ്മൾ വിളിച്ചിരുന്നുവെങ്കിൽ പ്രയാസഘട്ടത്തിൽ ആ വിളി അല്ലാഹ് കേൾക്കുമെന്നുറപ്പാണ്. ആ വിളിയാണ് ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുന്നത്. ആ സമയത്ത് സിംഹം സുജൂദ് ചെയ്യുന്നു. പക്ഷേ സിംഹത്തിന് വിശപ്പുണ്ട്. മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന സയ്യിദുനാ അർമിയാ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ഷാമിലാണ്. അല്ലാഹ് വേഗം വഹയിറക്കുന്നു, അർമിയാ, ഇന്ന പ്രദേശത്ത് ഒരു കുഴിയിൽ എന്റെ 3 സൃഷ്ടികളുണ്ട്, അവർക്ക് വേഗം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ അർമിയാ. അർമിയാ നബി അള്ളാന്റെ ഓർഡറാണ്, ഒന്നും നോക്കിയില്ല, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അല്ലാഹ് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നപ്പോ 3 സൃഷ്ടികളുണ്ട് എന്നാ പറഞ്ഞത്. നോക്കിയപ്പോ സുബ്ഹാന റബ്ബി, ഒരു മനുഷ്യനും 2 സിംഹങ്ങളും. അർമിയാ നബി അലൈഹിസ്സലാം ആ ഭക്ഷണം വിട്ടുകൊടുക്കുന്നു. ആ സിംഹങ്ങളും ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പട്ടിണി കിടന്നപ്പോ മറ്റൊരു രാജ്യത്തുള്ള പ്രവാചകൻ അല്ലാഹ് വഹി അറിയിച്ചു കൊടുക്കുകയാണ്, ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുന്നു. ആ റബ്ബാണ് എന്റെ റബ്ബ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? എത്ര വലിയ രോഗാണെങ്കിലും അല്ലാഹ് എന്റെ റബ്ബ് റബ്ബാണ്, അല്ലാഹുവാണ് റബ്ബ്, എനിക്ക് ശിഫ തരും. അല്ലെങ്കിൽ അല്ലാഹു എനിക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്, എനിക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്വർഗത്തിൽ എത്താനുള്ള അമലൊന്നും എൻ്റെ അടുത്തില്ല. അപ്പൊ അല്ലാഹു എനിക്ക് അമലുണ്ടാക്കി തരാൻ, കൂലുണ്ടാക്കി തരാൻ അല്ലാഹ് നൽകുന്ന ഒരു പരീക്ഷണാണ്. ഞാൻ ക്ഷമിക്കുക, മരിക്കോളല്ലേ, അല്ലാഹു എനിക്ക് സ്വർഗം തരും. ഈ ഒരു പ്രതീക്ഷയാണ് നമ്മളെ വഴി നടത്തേണ്ടത്. പിന്നെ നമുക്കെന്തിനാണ് വിഷമം വരുമ്പോ, പ്രയാസം വരുമ്പോ ഈ ദുനിയാവിനെ നമ്മൾ വെറുക്കുന്നത്?
ഈ ഒരു ചിന്തയാണ് അത്തവക്കുലു അലല്ലാഹ്.